നമസ്കാരം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ എഡ്യൂക്കേഷണൽ സീരീസിലുള്ള വേറൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എഡ്യൂക്കേഷൻ സീരീസിലെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കേണ്ടത്, ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച്, ഇത് പഠിക്കേണ്ട രീതികളെക്കുറിച്ച്, കോച്ചിങ് എടുക്കേണ്ട രീതികളെക്കുറിച്ച്, ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെക്കുറിച്ച്, ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെയാണ്. ഇത് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിലെ ഫസ്റ്റ് പേപ്പറായിട്ടുള്ള ബിസിനസ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് സംസാരിക്കേണ്ടായി. ഈ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് രണ്ടാമത്തെ പേപ്പറായിട്ടുള്ള ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിങ്ങിനെ കുറിച്ചാണ്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിങ് ഇത് 2020 CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിൻ്റെ സിലബസിലുള്ള പേപ്പറാണ്. രണ്ടാമത്തെ പേപ്പറാണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഈസ് വൺ ഓഫ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് സബ്ജക്ട് ഫോർ എ കമ്പനി സെക്രട്ടറി. ആൻഡ് ഡെഫിനറ്റ്ലി ഇത് ഒരിക്കലും രണ്ടാമത്തെ പേപ്പറും ഒരിക്കലും ഒരു സിമ്പിളായിട്ട് എടുക്കേണ്ട പേപ്പറല്ല. കാരണം ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഒരു കമ്പനി സെക്രട്ടറി അപേക്ഷിച്ച് നോക്കുമ്പോൾ ലീഗൽ നോളജ്, കാരണം അദ്ദേഹമാണ് ഒരു കമ്പനിയുടെ കംപ്ലയൻസ് ഓഫീസർ. എന്താണ് കംപ്ലയൻസ്? ഒരു കമ്പനിയുടെ നിയമപരമായ കാര്യങ്ങളിൽ ഉപദേശങ്ങൾ കൊടുക്കുകയും അത് നിയമപരമായിട്ടാണ് നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഓഫീസറെയാണ് കംപ്ലയൻസ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനി സെക്രട്ടറിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജോബ് എന്ന് പറയുന്നത് തന്നെ കംപ്ലയൻസ് ഓഫീസറായിട്ടുള്ളതാണ്. അപ്പോൾ ആ ലീഗൽ കംപ്ലയൻസസ് പല ലീഗൽ അതോറിറ്റീസുകളായിട്ടും ഗവൺമെൻറ് അതോറിറ്റീസ് ആയിട്ടും പല അസോസിയേഷൻസ് ആയിട്ടും ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആയിട്ടൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ചൊരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ പറയുന്ന പല കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ബ്ലണ്ടേഴ്സായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അത് കമ്പനിയുടെ ഫ്യൂച്ചറിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമുക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലാക്കണം. അതുപോലെ ലോജിക്ക് കൂടെ മനസ്സിലാക്കണം. എന്താ ലോജിക്ക്? എന്താണ് ലോജിക്ക്? ഇതെന്തിനാണ്, ഇതെന്തുകൊണ്ടാണ്, ഇതെന്തുകൊണ്ട് ഇങ്ങനെയായി, ഇതെന്താ ഇങ്ങനെ, അല്ലേ? ലോജിക്കലാണ് ഇതൊക്കെ. അപ്പോൾ ഈ പേപ്പറിനെ 50 മാർക്കിൻ്റെ രണ്ടാമത്തെ പേപ്പറിനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. 25 മാർക്സ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡിനും 25 മാർക്ക് ലോജിക്കൽ റീസണിങ്ങിനുമാണ്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിയമം എന്നത് പ്രോപ്പർ ലോജിക്കോടുകൂടി ഉപയോഗിച്ചാൽ മാത്രമേ അതിന് വാല്യൂ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ പേപ്പറിനെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡും ലോജിക്കൽ റീസണിങ് എന്ന രണ്ട് ഭാഗമായിട്ട് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, ഈ പേപ്പറിൽ പാർട്ട് എയിൽ 25 മാർക്സിൽ ലീഗൽ ആറ്റിറ്റ്യൂഡിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഭരണഘടനയിലെ പ്രിയാമ്പിളാണ്, അല്ലേ? നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുള്ള, അല്ലേ? ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്, അല്ലേ? അത് മാത്രമാണോ കോൺസ്റ്റിറ്റ്യൂഷൻ? വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ പലരും പറയാറുണ്ട് ഭരണഘടനാ പ്രകാരം എനിക്ക് അവകാശമുണ്ട്. ഈ അവകാശങ്ങൾ എന്താണ്? എന്തൊക്കെയാണ് നിങ്ങളുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും? എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് തീരുമാനമെടുക്കുന്നത്? എന്താണ് ഒരു സ്റ്റേറ്റിൻ്റെ അധികാരം? ഇന്ത്യ എങ്ങനത്തെ ഒരു സ്റ്റേറ്റാണ്? ഫെഡറലാണോ, ഡെമോക്രാറ്റിക് ആണോ, സോഷ്യലിസ്റ്റ്, അല്ലേ? അതൊക്കെ നമുക്കറിയണം. ആസ് എ കമ്പനി സെക്രട്ടറി വി സപ്പോസ് ടു നോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ്. നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നമുക്കുണ്ടാകും. വി ഷുഡ് ഹാവ് എ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് ദ പ്രിയാമ്പിൾ ഈസ് ഓൺലി എ കൺസൈസ് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് മാത്രമല്ല, നമ്മൾ പറയാനുണ്ട് ഫ്രീഡം ഓഫ് റിലീജിയൻ, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഒക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള. ഇതെല്ലാം അൺലിമിറ്റഡ് ആണോ? എന്ത് വേണമെങ്കിൽ പറയാൻ പറ്റുമോ? പറ്റില്ല. അതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, അതിന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഒരു ബ്രീഫായിട്ട് നമ്മളിവിടെ മനസ്സിലാക്കും. ഇതിനെ നമ്മൾ വളരെ ഡീപ്പായിട്ട് പിന്നെ നമ്മൾ എക്സിക്യൂട്ടീവ് ലെവലിൽ വീണ്ടും മനസ്സിലാക്കും. അപ്പോൾ വളരെ ലൈറ്റായിട്ട് എടുക്കേണ്ട കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞത് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇറ്റ്. ഭരണഘടനാ അവകാശങ്ങൾ, മൗലിക ജോലികൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട് നമുക്ക്. ഇത് നമ്മൾ ഫസ്റ്റ് പേപ്പറായിട്ട് നമ്മൾ പഠിക്കും. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. ദെൻ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് ഉള്ളത്, എങ്ങനെയാണ് സെൻട്രലുള്ളത്, എങ്ങനെയാണ് തീരുമാനങ്ങൾ, എന്താണ് ഓർഡിനൻസ്, എങ്ങനെയാണ് നിയമങ്ങൾ പാസ്സാക്കുന്നത്, എങ്ങനെയാണ് ആക്ടുകൾ പാസ്സാക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇമ്പാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, എന്താണ് ഓർഡിനൻസ്, എന്താണ് ആക്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളിവിടെ പഠിക്കും. അത് കഴിഞ്ഞാൽ ജനറലായിട്ടുള്ള കമേഴ്ഷ്യൽ ലോ നിയമങ്ങളെക്കുറിച്ച്, ജനറൽ ലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ജനറൽ ലോസിൽ നമ്മൾ കോൺട്രാക്ട് ആക്ടിനെ കുറിച്ച് പഠിക്കും. കോൺട്രാക്ട് എന്ന് പറയാമല്ലോ, രണ്ട് പേര് തമ്മിൽ എഴുതുന്ന ഒരു കോൺട്രാക്ട്. ആർക്കൊക്കെ കോൺട്രാക്ട് എഴുതാം?
ആർക്ക് കോൺട്രാക്റ്റ് എഴുതാൻ പാടില്ല, ആരുമായിട്ടുള്ള കോൺട്രാക്റ്റാണ് വാലിഡ്, ആരുമായിട്ടുള്ള കോൺട്രാക്റ്റാണ് വാലിഡ് അല്ലാത്തത്. ഇതൊക്കെ ഉണ്ട് ഇതിൽ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കോൺട്രാക്റ്റ് എങ്ങനെ എഴുതിയാൽ വാലിഡ് ആകും, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് പ്രോപ്പർ കോൺട്രാക്റ്റ്, ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു മൈനറായിട്ട് അങ്ങനെയുള്ള കോൺട്രാക്റ്റ് ആക്ടിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ പഠിക്കും. കോൺട്രാക്റ്റ് ആക്ട് കഴിഞ്ഞാൽ പിന്നെ ലോ ഓഫ് ടോർട്ട്. എന്താണ് ടോർട്ട്? സാധാരണ നിയമങ്ങളാണ്. നടക്കാനുള്ള അവകാശം, വായുവിനുള്ള അവകാശം, വെള്ളത്തിനുള്ള അവകാശം, വെളിച്ചത്തിനുള്ള അവകാശം. ഇതൊക്കെ അവകാശമാണ് കേട്ടോ. നടക്കാൻ എനിക്ക് വഴിക്ക് അവകാശമുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വെളിച്ചം വരാൻ അവകാശമുണ്ട്. ഉദാഹരണം, ഞാനൊരു എൻ്റെ വീടിൻ്റെ 4 പുറത്തും വലിയ വീടുകൾ വരുന്നു. ആ വീടുകൾ എനിക്ക് വായുവും വെള്ളവും വെളിച്ചവും ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഐ ക്യാൻ ഫയൽ എ കേസ്. ഒരാളെക്കുറിച്ച് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ട് കേസ് കൊടുക്കാം. ടോർട്ടാണത്. ഫേസ്ബുക്കിൽ ഒരാളെ കൂടി ചീത്ത പറയുകയാണെങ്കിൽ, അപമാനിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ലോ ഓഫ് ടോർട്ട് ഉണ്ട്. കടന്നുകയറ്റങ്ങൾ, ട്രെസ്പാസ്, അതൊക്കെ നമ്മൾ പഠിക്കണം. ദെൻ മൂന്നാമത്തെ ചാപ്റ്ററായിട്ട് നമ്മൾ പഠിക്കുന്നത്, അതായത് ജനറൽ ലോയിൽ നമ്മൾ 2 ഭാഗമായിട്ട് പഠിച്ചത്, ഒന്ന് കോൺട്രാക്ട് ആക്ടും ലോ ഓഫ് ടോർട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നത് കമ്പനി സെക്രട്ടറി ലെജിസ്ലേഷനെ കുറിച്ചാണ്. എന്താണ് കമ്പനി സെക്രട്ടറി? വാട്ട് ഈസ് ദിസ് കമ്പനി സെക്രട്ടറീസ് ആക്ട്? ഹൂ ഈസ് എ കമ്പനി സെക്രട്ടറി? വാട്ട് ഈസ് ഹിസ് ഡ്യൂട്ടീസ്? വാട്ട് ഈസ് ഹിസ് റൈറ്റ്സ്? വാട്ട് ഈസ് എ വിഷൻ ആൻഡ് മിഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ? വളരെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചൊരു കോൺഫിഡൻസ് വേണം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാർ ഇത് ആരാ നടത്തണ ഈ കോഴ്സ്? ആസ് ഇഫ് ലൈക്ക് ഐ ആം ഡൂയിങ് ദിസ് കോഴ്സ്. നോ. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള പ്രീമിയർ ആയിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ താഴെയുള്ള, ഞാനൊക്കെ പറയും നിങ്ങൾ എങ്ങനെയാണോ IAS, IPS, IFS, IRS ഒക്കെ എടുക്കുന്നത്, അതുപോലെ ബിസിനസ്സിൽ, കോർപ്പറേറ്റ് എഡ്യൂക്കേഷനിൽ CA കമ്പനി സെക്രട്ടറി അതുപോലത്തെ കോഴ്സാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നേരിട്ട് കൊടുക്കുന്ന കോഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കോഴ്സാണ് ഈ കോഴ്സ്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഒരു കമ്പനി സെക്രട്ടറിയുടെ ജോലി, ഓപ്പർച്യൂണിറ്റീസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കും. ഇനി നമ്മളിപ്പം പഠിച്ചു, കോൺട്രാക്ട് ആക്ട് പഠിച്ചു, ടോർട്ട് പഠിച്ചു, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു, കമ്പനി സെക്രട്ടറീസ് ആക്ട് പഠിച്ചു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനി സെക്രട്ടറി എവിടെയാണ് ജോലി ചെയ്യുക? 2013 കമ്പനീസ് ആക്ടിലോ അല്ലെങ്കിൽ 956 കമ്പനീസ് ആക്ടിലോ ആക്ടുകൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ കമ്പനി സെക്രട്ടറി കമ്പനീസ് ആക്ട് പ്രകാരം പല കമ്പനികളിൽ നിർബന്ധിതമായിട്ടും ജോലി ജോയിൻ ചെയ്യേണ്ട അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെടേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഒരു കമ്പനി സെക്രട്ടറി, കമ്പനീസ് ലോയെ കുറിച്ച് നമ്മൾ പഠിക്കണം. ആസ് എ കമ്പനി സെക്രട്ടറി വി ഷുഡ് ലേൺ അബൌട്ട് കമ്പനി ലോ. സോ എലമെൻറ്റ്സ് ഓഫ് ബേസിക്സ് ഓഫ് കമ്പനി ലോ നമ്മളവിടെ പഠിക്കും. എന്താണ് കമ്പനികൾ, കമ്പനീസ് ആക്ട് എന്താണ്, എത്ര തരം കമ്പനികളുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ നമുക്ക് ഇവിടെ കിട്ടും. ഡീപ്പായിട്ട് നമ്മൾ എക്സിക്യൂട്ടീവ് പഠിക്കും. ദെൻ വിൽ കം ടു ലീഗൽ റീസണിങ്. അതായത് കമ്പനി ലോ കഴിഞ്ഞ് നമ്മൾ വരുന്ന ലീഗൽ റീസണിങ് ആണ്. എന്തൊക്കെയാണ് ലീഗൽ ഫണ്ടമെൻ്റൽ ടേംസ്, സാധാരണ ലീഗലായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ, കൺസെൻസസ്, അഡായിഡും അല്ലേ, അങ്ങനെയുള്ള പല പല വാക്കുകളുണ്ട്. ഒബിറ്റർ, ഡിക്റ്റ അല്ലേ, അങ്ങനെയുള്ള പല മെൻസറിയ അല്ലേ, അങ്ങനെ പല വാക്കുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അങ്ങനത്തെ ലീഗലായിട്ടുള്ള ഫണ്ടമെൻ്റൽ ടേംസും അതിൻ്റെ ലീഗൽ ഫണ്ടമെൻ്റൽസ് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞ് ലീഗൽ പ്രോബ്ലം, എങ്ങനെയാണ് ഒരു കേസ് മനസ്സിലാക്കേണ്ടത്, ഹൗ ടു അണ്ടർസ്റ്റാൻഡ് എ കേസ്. കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കേസ് ഈസ് എ പ്രോബ്ലം ബിറ്റ്വീൻ 2 people or 2 organizations, റൈറ്റ്? അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ എങ്ങനെയാണ് ഉത്തരം പറയാൻ പറ്റും നമുക്ക്? സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം ഫസ്റ്റ്. നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോബ്ലം കിട്ടി അതിൻ്റെ ഉത്തരം പറയാൻ പറഞ്ഞാൽ ആ പ്രോബ്ലത്തെക്കുറിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലായെങ്കിൽ നിങ്ങൾ എങ്ങനെ ഉത്തരം പറയും? ദാറ്റ്സ് എ ബേസിക് ക്വസ്റ്റ്യൻ. Unless otherwise I understand the problem clearly, I understand the case clearly, how can I answer it? So answering is an art, but that art cannot be used without understanding the situation. So എങ്ങനെയാണ് ഒരു കേസ് മനസ്സിലാക്കേണ്ടത്? ലീഗൽ റീസണിങ്. പിന്നെ സുപ്രീം കോടതിയുടെയൊക്കെ പല ജഡ്ജ്മെൻറ്റുകളുണ്ട്, പല പല വലിയ ജഡ്ജ്മെൻറ്റുകളുണ്ട്. ആ ജഡ്ജ്മെൻറ്റുകളെ കുറിച്ചിട്ട് പഠിക്കുക. ഫാക്റ്റ്, ലീഗൽ ഇഷ്യൂസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളതിൽ പഠിക്കും. അത് പാർട്ട് എയിൽ 25 മാർക്കിൽ നമ്മൾ പഠിക്കും. കുറച്ചായിട്ട് പഠിച്ചു വരും. ആൻഡ് പാർട്ട് ബിയിൽ നമ്മൾ പഠിക്കുന്ന ലോജിക്കൽ റീസണിങ്ങിനെ കുറിച്ചാണ്. അതിൽ 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അതിലുള്ളത്, 25 മാർക്സ് ആണ് അതിലുള്ളത്. എങ്ങനെ ലോജിക്കൽ റീസണിങ്ങിലെ കലണ്ടറുകളെക്കുറിച്ച്, ക്ലോക്കിനെക്കുറിച്ച്, ഡീകോഡിങ്, ഡിറൈവിംഗ് കൺക്ലൂഷൻ ഫ്രം പാസേജസ്. ഒരു പാസേജ് നല്ലൊരു കൺക്ലൂഷൻ എന്താണ് അതിൽ അർത്ഥമാക്കുന്നത് മനസ്സിലാക്കുക. ലോജിക്കൽ റീസണിങ് പറഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ കാര്യങ്ങളുടെ കലണ്ടർ, ടൈമിംഗ്, പ്രോപ്പറായിട്ട് ടൈം കീപ്പ് ചെയ്യാൻ പറ്റുന്ന ആളാണ് നമ്മൾ ആയിരിക്കും ഒരു കമ്പനി സെക്രട്ടറി. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യും, നാളെ ചെയ്യാൻ പറ്റില്ല. നിയമപരമായിട്ട് പലതിനും പല ഡെഡ്ലൈൻസ് ഉണ്ട്. ആ ഡെഡ്ലൈൻസ് വളരെയധികം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ. സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
കൺക്ലൂഷൻസ്. നമ്മളൊരു പാസേജ് വായിച്ചാൽ, സി ഐ എം റീഡിങ് എ 10-page പേപ്പർ ആൻഡ് ഇഫ് ഐ എം ഏബിൾ ടു ഗിവ് യു ദ കൺക്ലൂഷൻ ഇൻ 1 sentence, ഐ വിൽ ബി ദ ഗ്രേറ്റ് പേഴ്സൺ, റൈറ്റ്? സോ ദാറ്റ് ഈസ് വാട്ട് ആക്ച്വലി ലീഗൽ ലോജിക്കൽ റീസണിങ് ഇവിടെ വരുന്നത്. ദെൻ വെർബൽ റീസണിങ്, ആൽഫബറ്റ് ടെസ്റ്റ്, പിന്നെ പുസിൽസ് ഉണ്ടായിരിക്കും, പിന്നെ അസേർഷൻസ് ആൻഡ് റീസൺ, ഇതെങ്ങനെ വന്നു, ഇതുകൊണ്ട് അങ്ങനെ വന്നില്ല. ബ്ലഡ് റിലേഷൻ, ഡിസിഷൻ മേക്കിംഗ്, എന്താണ് ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ, ഡിസിഷൻ മേക്കിംഗ് എന്താ പറഞ്ഞാൽ, പിന്നെ മിസ്സിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അങ്ങനെയുള്ള സാധാരണ ഒരു കമ്മ്യൂണിക്കേഷനിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ഉണ്ടാവുക. ദെൻ നോൺ വെർബൽ റീസണിങ്, വെർബൽ റീസണിങ് ആൻഡ് നോൺ വെർബൽ റീസണിങ് ഇതുണ്ടായിരിക്കാം. അനലിറ്റിക്കൽ റീസണിങ്, ക്ലാസിഫിക്കേഷൻ, അനലിറ്റിക്കൽ റീസണിങ്, ഇതിങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അല്ലേ, ഇതെങ്ങനെയാണെങ്കിൽ എന്താവും അങ്ങനെ. നമ്മൾ സാധാരണ ഈ PSCക്ക് എഴുതുന്ന പോലത്തെ പരീക്ഷകളെ പോലെയാണ് മെട്രിക്സുകളൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉണ്ടാവുന്നത്. ഈ രണ്ടാമത്തെ പേപ്പറിലെ ആദ്യത്തെ പാർട്ട് വളരെ ഈ നമ്മൾ കമ്പനി സെക്രട്ടറി കോഴ്സിനെ കുറിച്ച് അതിൽ പഠിക്കുന്ന നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ആണ് നിങ്ങൾക്ക് തരുന്നെങ്കിൽ, രണ്ടാമത്തെ ഭാഗത്ത് 25 മാർക്സിൽ നിങ്ങളുടെ റീസണിങ് എബിലിറ്റിയെക്കുറിച്ച്, നിങ്ങളുടെ മനസ്സിലാക്കി അതിന് റിയാക്ട് ചെയ്യാനുള്ള എബിലിറ്റിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ പേപ്പർ ഇത്രയാണുള്ളത്. ഈ രണ്ടാമത്തെ പേപ്പറും വളരെ ഈസി പേപ്പറാണ്, പക്ഷേ കമ്പാരിറ്റീവ്ലി ഈസി പേപ്പറാണ്. പക്ഷേ അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ മാത്രം നമുക്കതിനെ ആ വിചാരിച്ച രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ, വിചാരിച്ച് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നു, കോച്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് എങ്ങനെയെങ്കിലും ഫ്ലൂക്ക് കൊണ്ട് പാസ്സായാൽ നമ്മൾ എക്സിക്യൂട്ടീവ് വഴി ഇടിച്ചു നിൽക്കും. കാരണം നമ്മൾ പലരെയും കാണാറുണ്ട്, നമ്മൾ പലപ്പോഴും മാർക്കിൽ ചോദിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ 4-5 അറ്റംപ്റ്റ് കഴിഞ്ഞിട്ടാണ് കമ്പനി സെക്രട്ടറി പാസ്സാവുന്ന ആൾക്കാർ. വി ആർ നോട്ട് ഹാവിങ് ദാറ്റ് മച്ച് ടൈം ടു വേസ്റ്റ്. So we should be able to clear this course in 1 attempt. അതായിരിക്കും നമ്മുടെ ടാർഗറ്റ്. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിലൊന്നാണ്. കമ്പനി സെക്രട്ടറി കോച്ചിങ് മാത്രമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും, നിങ്ങൾക്ക് അറിയുന്ന കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾക്കും പഠിക്കാൻ താല്പര്യ കുട്ടികൾക്കും ഷെയർ ചെയ്യുക. അവർക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ നമുക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ വരേക്കും താങ്ക് യു വെരി മച്ച്. വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.